നമസ്കാരം മക്കളെ. നനയാത്ത മഴ പ്രിയ എസിൻ്റെ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അതാണ് പഠിക്കുന്നത് അല്ലേ. ഒരു ഓർമ്മക്കുറിപ്പെന്നോ ഒരു അനുഭവക്കുറിപ്പെന്നോ ഒക്കെ പറയാവുന്ന ഒരു കാര്യം. കഥയല്ല കേട്ടോ, ശരിക്കും അനുഭവമാണ്. മഴ നനയാതെ മഴയെ സ്നേഹിച്ച ഒരു കുട്ടിത്തം. ബാല്യം വിട്ട് യൗവനത്തിലോട്ടെത്തിയിട്ടും മഴയെ സ്നേഹിക്കുന്നുണ്ട്. മഴ ഒത്തിരി പരിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ആ കുട്ടിയുടെ ജീവിതത്തിൽ. സിനിമ കാണാൻ പോകുമ്പോഴുണ്ടായ അവസ്ഥയൊക്കെ ഓർമ്മ വന്നോ? അതുപോലെ വയ്യാതെയായ കുട്ടിയാണ്, കാലിന് എന്തോ അസുഖമുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആ മഴയെ ഒത്തിരി പ്രിയ എസ് എന്ന ഈ ലേഖക, ഈ കഥാകാരി, ചെറുകഥാകൃത്ത് ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. BA ഇൻ്റർവ്യൂവിന് മഹാരാജാസിൽ നിന്ന് കാർഡ്. എനിക്ക് അപ്പോഴും കാൽ നിവർക്കാൻ വയ്യ. അമ്മ എന്നെ റെപ്രസെൻ്റ് ചെയ്യാം എന്ന് ആലോചന. ഞാനില്ലാതെ അഡ്മിഷൻ നടക്കുമോ എന്നെനിക്ക് വേവലാതിയായി. അതിനിടെ ഒരു മഴ, ഊക്കൻ മഴ, നനഞ്ഞ് മുടിയഴിച്ചാടുന്ന യക്ഷി മഴ. അച്ഛന് നുരയുന്ന സന്തോഷം. അച്ഛൻ മഴയുടെ വലിയ ആളാണ്. അച്ഛൻ എൻ്റെ മുറിയിലേക്ക് തല നീട്ടി പറഞ്ഞു, എന്തൊരു മഴ! കിഴക്കേ പുറത്ത് ചെന്നു നിന്ന് കാണണം, എന്തൊരു ഭംഗി! നമ്മുടെ പൂക്കാത്ത മരത്തിന്. അപ്പോൾ മഴ പെയ്യാണ്. ഈ കുട്ടിക്കാണെങ്കിൽ കാലിന് വയ്യാത്തത് കൊണ്ട് അമ്മയാണ് കുട്ടിക്ക് പകരം കോളേജിൽ അഡ്മിഷന് വേണ്ടി പോയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം, മോൾക്ക് ഇപ്പോൾ വയ്യാത്തതാണ്, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മയാണ് അഡ്മിഷന് പോയിരിക്കുന്നത്. ആ നേരത്താണ് മഴ പെയ്യുന്നത്. മഴ കണ്ടപ്പോൾ അച്ഛന് ഒത്തിരി സന്തോഷം. അച്ഛനല്ലെങ്കിലും മഴയെ കാണുമ്പോൾ ചെറുപ്പത്തിലേ പറയാറുണ്ടല്ലോ, മോള് ചാരുകസേരയിൽ മോളെ എടുത്തുകൊണ്ടുവന്ന് ചാരുകസേരയിൽ ഇരുത്തിയെന്നൊക്കെ മഴ കാണിക്കാൻ. അപ്പം മഴയോട് അച്ഛനും ഇഷ്ടമുണ്ട്. ആ ഇഷ്ടമൊക്കെ തന്നെയായിരിക്കണം ആ മകൾക്കും ഉള്ളത്. വേണമെന്നോ വേണ്ടെന്നോ ഞാൻ പറഞ്ഞില്ല. ഒരു തരി ഭാവഭേദം പോലുമില്ലാതെ അങ്ങനെ കിടന്നു. അച്ഛൻ എന്നെ അല്പനേരം നോക്കി നിന്നിട്ട് ഉത്തരം കിട്ടാതായപ്പോൾ തിരിച്ചുപോയി. അപ്പോൾ മോളോട് വന്ന് ചോദിക്കുകയാണ്. മോളാണെങ്കിൽ അമ്മ മോൾക്ക് പകരം അഡ്മിഷന് പോയിരിക്കുകയാണ് കോളേജിലോട്ട്. അതിൻ്റെ ഒരു മനോവേദനയിലെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ മഴയെ കാണിച്ചു തരാം, മോള് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിന്നു. അപ്പം അച്ഛനെന്തോ തോന്നി, മോൾ ആ മനസ്സിൽ അങ്ങനെ മഴയെ കാത്തു നിൽക്കുമൊന്നും അല്ലാന്ന്. ഒന്നും മിണ്ടാതെ അച്ഛൻ തിരിച്ചുപോയി. കിഴക്കേ പുറത്ത് ചാരു കസേര എടുത്തിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ കൈകളിൽ കോരിയെടുത്ത് കൊണ്ടുപോയി അതിലിരുത്തി. മഴയും ഞാനും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ മഴ തീരും വരെ. കണ്ണിറയെ കണ്ടു ആ മഴ എന്ന് പറയാനാവില്ല. എൻ്റെ കണ്ണിലും മഴയായിരുന്നല്ലോ, കണ്ണീർ മഴ. അപ്പോൾ അച്ഛനൊന്നും മിണ്ടാതെ പോയതിന് ശേഷം ഒരു ചാരുകസേരയൊക്കെ എടുത്തിട്ട് വീണ്ടും ആ മോളെ, കോളേജിൽ പഠിക്കുന്ന ആ പ്രായമായെങ്കിലും ആ പൊന്നു മോളെ എടുത്തു കൊണ്ടുപോയി മഴ കാണിക്കാൻ കൊണ്ടുപോയി ഇരുത്തുകയാണ്. കാരണം അച്ഛനറിയാം ആ മകളുടെ മനസ്സ് എത്ര മനസ്സ് വേവുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ മഴ കാണുമ്പോൾ അവളുടെ മനസ്സിന് അതൊരു ആശ്വാസമാകുമെന്ന് അച്ഛന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ ആ മകളെ കൊണ്ടുപോയി മുറ്റത്തല്ല ഉമ്മറത്തിരുത്തി മഴ കാണിക്കുന്നത്. പക്ഷേ കഥാകാരിയായ നമ്മുടെ പ്രിയ എസ് പറയുകയാണ്, ഞാൻ ആ മഴ ശരിക്കും കണ്ടോ എന്നറിയില്ല, കാരണം എൻ്റെ കണ്ണിലും കണ്ണീർ മഴയായിരുന്നു. അന്ന് മഴ കഴിഞ്ഞ് ഞാൻ വിതുമ്പി കരഞ്ഞു. രാത്രിയിൽ തലയണയിൽ മുഖമമർത്തിക്കൊണ്ട് ഇരുട്ടിനോട് എന്തിനെന്നെ ഇങ്ങനെ എന്ന് ചോദിച്ചു. മതിവരുവോളം കരഞ്ഞു. ഇന്നും മഴ കാണുമ്പോൾ വേദനയുടെ ആ മഴക്കാലം ആർത്തിരമ്പി ഓർമ്മയിലേക്ക് വരുന്നു. കാണാ മഴകളും കേൾക്കാ മഴകളും പാറും മഴകളും കടന്ന് ഞാനൊരു നടുമുറ്റത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലാണോ?
വിശ്വസിക്കാൻ വിഷമം. ചാരുകസേനയിൽ ഇരുന്ന് കണ്ട വേദന മഴ. അത് കഴിഞ്ഞു പോയോ? ഏതോ ഒരാൾ മലയിറങ്ങി മഴയിലൊഴുകി വരും. ആ കൈ കോർത്തു പിടിച്ച് മലച്ചുവട്ടിലെ സമനിരപ്പിലൂടെ പിന്നെ അതിനപ്പുറമുള്ള ചരിവിലേക്ക് ഓടിയിറങ്ങണമെന്ന് ലീലയോടും ഉണ്ണിയോടും രാധാകൃഷ്ണനോടും ഒക്കെ ഞാൻ പുലമ്പുന്നു. എനിക്ക് കുട്ടിക്കാലം ഈ വയസ്സാം കാലത്താണല്ലോ എന്ന് എനിക്ക് തന്നെ ചിരി വരുന്നു. ഉപ്പു ചുവയ്ക്കുന്ന ചിരി. കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചേ. കുട്ടിക്കാലം കഴിഞ്ഞപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞ്, കുട്ടിക്കാലം എന്ന് പറയാൻ കഴിയില്ലല്ലോ, കോളേജിൽ പഠിക്കുന്ന കാലത്തും അസുഖമൊക്കെ ആയിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചെല്ലാം അസുഖങ്ങളെല്ലാം മാറി. ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിലും ഇപ്പോൾ കുട്ടിക്കാലം ഇപ്പോൾ എങ്ങനെയൊക്കെ ആഗ്രഹിച്ചാലും അത് തിരിച്ചു കിട്ടുമോ? എൻ്റെ കുട്ടിക്കാലം എനിക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ്. അതുമാത്രമല്ല, ഈ വയസ്സാം കാലത്താണല്ലോ കുട്ടിക്കാലം എന്ന് ചിരിക്കുന്നുണ്ട്. എന്താണത് ഉദ്ദേശിക്കുന്നത്? പ്രിയായസിന് ഇപ്പോഴാണ് അസുഖമൊക്കെ മാറിയ അവസ്ഥ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ആ കുട്ടിക്കാലത്തിൻ്റെ അവസ്ഥകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ചുകൊണ്ട് ഉപ്പ് കലർന്ന ചിരി എന്നാ പറയുന്നത്. എന്താണ് ഉപ്പ്? കണ്ണിൽ നിന്ന് ഒഴുകുകയാണ്. ആ കണ്ണീരിൻ്റെ ഉപ്പ് താഴോട്ട് വന്നപ്പോൾ ആ ചിരിയിലെ ആ കണ്ണീര് വീണിട്ടുണ്ടായിരിക്കാം. അപ്പോൾ മനസ്സിലെ തൻ്റെ ബാല്യം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊരു സങ്കടത്തോടെയുള്ള ആ ചിരിയാണ് നമുക്ക് ആ ഉപ്പ് കലർന്നുള്ള ചിരിയിലൂടെ മനസ്സിലാവണത്. നനയാത്ത മഴ പാഠം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നോട്ട്സ് എല്ലാം എഴുതിയെടുക്കണം. ടെസ്റ്റ് പേപ്പറിന് ഉത്തരം എഴുതുകയും വേണം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.